morning, ladies and gentlemen. Welcome to your favorite tech news, Chaya with Tech with Call me Shazam. ഇന്ന് നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകാൻ കഴിയും. ആദ്യത്തെ ന്യൂസ് എന്തിരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗാലക്സി റിങ് എന്ന് പറഞ്ഞ സാധനം ദുബായ്, ഖത്തർ, കുവൈറ്റ്, ബൾഗേരിയ, റൊമാനിയ തുടങ്ങിയ സ്ഥലങ്ങളിലും കൂടെ വന്നിട്ടുണ്ട്. മറ്റേത് ആ സാധനം സൗത്ത് കൊറിയയിലും അമേരിക്കയിലും മാത്രമാണ് ആദ്യം ലോഞ്ച് ചെയ്തത്. പിന്നെ കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും. ഇപ്പം ദുബായ് പോലത്തുള്ള സ്ഥലങ്ങളിലും ഉണ്ട്. ഇതിൻ്റെ വില എത്രയെന്നറിയൂ? 1500 ദിർഹം. അവിടെ കടയിൽ പോയി കഴിഞ്ഞാൽ ഏത് അളവിന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ട് മേടിച്ചിടും. 1500 ദിർഹം. നാട്ടിലെ 34,000 രൂപ 35,000 രൂപയ്ക്ക് ഈ സാധനം ഞാൻ വാങ്ങിച്ചത് അറിയാമല്ലോ. പ്രാന്താണ്. ബിക്കോസ് വീഡിയോ ഇടണമല്ലോ, കോണ്ടൻ്റ് ആണല്ലേ. 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വർണ്ണമോതിരം കിട്ടും കേട്ടോ. കാര്യമായിട്ട് വല്ല മലബാർ ഗോൾഡിലോ ഭീമയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ ബോത്സേറ സ്ഥലത്തോ ഒക്കെ പോയിട്ട് 35,000 കൊടുത്തു കഴിഞ്ഞാൽ നല്ല മോതിരം കിട്ടും, നല്ല സ്വർണ്ണ മോതിരം. അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഒന്നും ചെയ്യൂല. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടകാലം വരികയാണെങ്കിൽ അതിനെ മറിച്ച് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. 35,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് വർഷം കഴിയുമ്പോൾ അത് 50,000 60,000 ഒക്കെ ആവും. പറയാൻ പറ്റൂല, ഗോൾഡാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് വാങ്ങിക്കാനാണ്. ഇതൊന്നും വാങ്ങിച്ച സമയങ്ങളല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയും. എനിക്ക് വേണമെങ്കിൽ പറയാം, ഇത് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല, സ്ലീപ്പ് ട്രാക്കിംഗ് ഭയങ്കരമാണ്, സാംസങ്ങിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ തൊട്ടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുമെന്നൊക്കെ വേണമെങ്കിൽ തള്ളാം. ഞാൻ ചെയ്യില്ല. 35,000 രൂപയ്ക്ക് സ്വർണ്ണം മോതിരം വാങ്ങിച്ചിട്ടേ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഷീൽഡ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മളുടെയൊക്കെ പിക്സൽ ഫോണുകളിൽ വരാതിരിക്കുകയാണ് ഗൈസ്. അത് എന്തിനാണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പററി ഇമെയിലാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇമെയിൽ ID കൊടുക്കണം, പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയെ വലിയ വിശ്വാസമൊന്നുമില്ല, അവൻ ചിലപ്പോൾ സ്പാം ചെയ്ത് കൊല്ലുമായിരിക്കും. അങ്ങനത്തെ ഉള്ളവന്മാർക്ക് ഈ ടെമ്പററി ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇതിങ്ങനെ ഒരു അയച്ചിട്ടുണ്ട്, ടെമ്പറിൽ ആദ്യം വന്ന് കിടക്കും. എന്നിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ അവൻ്റെ ശരിക്കുള്ളതാണോ അല്ലേ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മെയിൻ ഇമെയിലോട്ട് തട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ടെമ്പററി ഇമെയിൽ. ഷീൽഡ് ഇമെയിൽ എന്നാണ് അതിൻ്റെ പേര്. അത് വരുന്നു. അതേപോലെ ആപ്പിൾ വിഷൻ പ്രോ നിങ്ങളെല്ലാവർക്കും അറിയാം, പ്രൊഡക്ഷൻ നിർത്തി അവന്മാർ ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞിട്ട് എന്തായാലും വില കുറഞ്ഞ ആപ്പിൾ വിഷൻ പ്രോ ആണ് ഇനി വരാൻ പോകണത്. മറ്റേ ഈ $3,500 ഒന്നും ആരും വാങ്ങിക്കുന്നില്ല. എന്തിനാണെങ്കിലും ദുബായിലും സൗത്ത് കൊറിയയിലും ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുബായ് പീപ്പിൾ, ഇഫ് യു വാണ്ട് ആപ്പിൾ വിഷൻ പ്രോ, നിങ്ങൾക്ക് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ മേഡ് ചെയ്യാം. അതേപോലെ അവർ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്തു നോക്കാം. വലിയ കാര്യമൊന്നുമില്ല. ആ പൈസയ്ക്ക് അതിൻ്റെ പകുതി പൈസയ്ക്ക് ഒരു VR ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സെയിം സാധനം അതിലും വെച്ചിരുന്ന സിനിമ കാണാം, ഈ ആപ്പിൾ വിഷൻ പ്രോ. പിന്നെ നിങ്ങൾ പ്രാന്തും പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഇഷ്ടമാണ്, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ മറ്റേ ചൈനയിൽ OnePlusൻ്റെ 13 ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സിൽ മാക്രോ മോഡ് ഇല്ലായിരുന്നു. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് മാക്രോ മോഡ് വന്നിരിക്കുകയാണ്. അപ്പം മാക്രീരെയും പല്ലീരെയും മറ്റേ ഈച്ചേരെയൊക്കെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും OnePlus 13. OnePlus 13 എനിക്ക് ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ നാട്ടിൽ റിലീസ് ചെയ്യാൻ പോണത്. അതേപോലെ iQOO 13 ഈ ഡിസംബർ 3 ലോഞ്ച്. മിക്കവാറും ഇവിടെ ദുബായിൽ അവർ വരുന്നുണ്ട്, നാളെ മറ്റന്നാളോ ആയിട്ട്. അപ്പോൾ അവരെന്നെ ചോദിച്ചായിരുന്നു ടെസ്റ്റിങ്ങിന് വരണമെന്ന്. അപ്പോൾ അവർ പിന്നെന്ത്, അവിടെ പോയി കഴിഞ്ഞാൽ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും. നമുക്ക് അവരെ ക്യാമറയൊക്കെ അവർക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെന്തായാലും ഞാൻ ഓക്കെ അടിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. അതേപോലെ ഇന്ത്യയിൽ യൂഷ്വലി ഈ സാധനം ഇന്ത്യ ഇല്ലാത്ത ഗ്ലോബലിലൊക്കെ ഇറങ്ങുമായിരുന്നു. ഓപ്പോ ഫൈൻഡ് X സീരീസ്. ആ സാധനം ഇന്ത്യയിൽ ഇറങ്ങാൻ പോകണ്ടേ. ഓപ്പോ ഫൈൻഡ് X 8ഉം 8 പ്രോയും ഈ വരണ 22 ഇന്ത്യയിൽ ലോഞ്ച്. ഞാൻ ഞെട്ടി കേട്ടോ. ഞാൻ അവിടെ മേടിച്ച് വെച്ചേക്കായിരുന്നു, കാണിച്ചു തരാം. പൂച്ച മാറും. ഞാൻ ഇതിനായിട്ട് തുറന്നിട്ടില്ല ഈ സാധനം. ഇതാണ് ഐറ്റം. ഓപ്പോ ഫൈൻഡ് X 8 പ്രോ. ഇത് ചൈനയാണ്. ഇത് മറ്റേ ഗ്ലോബൽ വെർഷൻ അല്ല, ഇത് ചൈനീസ് വെർഷനാണ്. ഏതോ ഒരു അലവലാദികൾ എന്നെ ഏതോ ഒരു ഇതിൽ പറഞ്ഞില്ല. ഞാൻ ഇതിന് ഓസി ജീവിക്കണമെന്നല്ലേ, കാശ് കൊടുത്ത് മേടിച്ചാണ്ടേ. നിൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെ ഓസി നിൻ്റെ എൻ്റെ വാങ്ങിയിരിക്കണ കേൾക്കില്ല കേട്ടാ. കിട്ടണ കാശും കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ എടുത്തിട്ട് ഫോണിലും മറ്റേതിലൊക്കെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യണത്. എന്നിട്ട് ഞാൻ ഓസി ജീവിക്കണം. നിൻ്റെയൊക്കെ നാക്ക് പുഴുത്ത് ഓടമ്മ. എൻ്റെ വാങ്ങിയിരിക്കണത് കേൾക്കുമല്ലാണോ. അപ്പോൾ എന്തിനാണ് ഈ ഫോൺ 22 ലോഞ്ച് ആവുന്നുണ്ട്. നമ്മുടെ Dimensity 9400 ആണ് ചിപ്സെറ്റ് ഇരിക്കുന്നത്. ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു സാധനമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ മറ്റേ നമ്മുടെ ആക്ഷൻ മറ്റേ സാധനമില്ലേ, ക്യാമറ കൺട്രോൾ, അതൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചത്. അത് കുറേ നാളായിട്ട് ഇത് മേടിച്ച് വെച്ചേക്കണ്ട. ഇത് തുറന്നൊന്നും ഇത് ചെയ്യാനായിട്ടുള്ള സമയമില്ല. അപ്പോൾ എന്തിനാണെങ്കിലും അത് 22 നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. വേണ്ടവർക്ക് പോയി മേടിക്കാം. ഓപ്പോരെ ആകെ കുറച്ച് മെനയുള്ള ഒരു ഫോൺ അതാണ് കേട്ടോ. അതേപോലെ തന്നെ അവന്മാരെ ഓപ്പോ റെനോ സീരീസ് ഇല്ലേ, 13 സീരീസ്
ചൈനയിൽ ഉടനെ വരുന്നതായിരിക്കും. ഇന്ത്യയിലും മിക്കവാറും വരും. ഞാൻ എപ്പോഴും പറഞ്ഞത് മറ്റേ ഡിമെൻസിറ്റി 8300 ചിപ്സെറ്റൊക്കെ വെച്ചാണ് വരുന്നത്. അതൊക്കെ കൊണയാണ് കേട്ടോ, ഉള്ള കാര്യം പറയാല്ലേ. പക്ഷേ ഈ സാധനം ഈ ഓപ്പോ 5X സീരീസ് കിട്ടുക്ക് സാധനമാണ്, കിട്ടില്ല ഫോണാണ്. അവന്മാരെ ആകെ കൊള്ളാവുന്നൊരു സീരീസ് ഇതാണ്. അതേപോലെ iQOO Neo 10 Pro ഹിൻഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ വന്നിട്ടുണ്ട്. ഡിമെൻസിറ്റി 9400 തന്നെയാണ് അതിലിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താ, 40,000 താഴെ ആയിരിക്കും ആ ഫോൺ ഇറങ്ങാൻ പോകുന്നത്. അതും ഇന്ത്യയിൽ ഉടനെ വരും. പക്ഷേ ആദ്യം ചൈനയിൽ ഇറങ്ങിയിട്ട് iQOO 13 ഇറങ്ങി, അതൊന്ന് കുറച്ച് പച്ചയൊക്കെ പിടിച്ചതിന് ശേഷമേ നമുക്ക് കിട്ടുള്ളൂ. ചൈനയിൽ എനിക്ക് തോന്നുന്നു 26-ാം തീയതിയോ ഈ മാസം 26-ാം തീയതിയോ എന്തോ ആണ് ലോഞ്ച്. അവിടെ അങ്ങനെയൊന്നുമില്ല, അവിടെ ചവറ് പോലെ ഫോൺ ഇറങ്ങി. ഈ സമയത്താണ് അവരെ മറ്റേ ഇതൊരു ടെക്ടോബറ എന്തൊരു പറയല്ല, മറ്റേ ടെക്ടംബറ ആ സാധനം അതവിടെയാണ്. അതേപോലെ നവംബർ 26-ാം തീയതി റിയൽമിയുടെ GT7 Pro എന്ന് പറയുന്ന ഫോൺ ഇറങ്ങിയാണ്. റിയൽമിയുടെ സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റൊക്കെ വെച്ച സാധനം ഇറങ്ങാൻ പോവുകയാണ്. ചൈനയിൽ 6500 mAh ബാറ്ററി ഉണ്ടായിരുന്ന സാധനം ഇന്ത്യയിൽ വന്നപ്പോൾ 5800 mAh ഉള്ളൂ. ഇതേ സെയിം അവസ്ഥയാണ് നമ്മുടെ iQOO 13 6190 mAh സാധനം 6000 ആക്കി. എന്താ പറയുക, നമുക്ക് വല്ല ലിമിറ്റും ഉണ്ടോ ഈ ബാറ്ററി ബാക്കപ്പ്? എനിക്കറിഞ്ഞൂടാ കേട്ടോ, നാട്ടിൽ എന്തുകൊണ്ടാണ് മറ്റേ ഫുൾ ലെങ്ത് മറ്റേ അത് ചൈനയിൽ ഇറങ്ങുന്ന സെയിം ഇത് വെച്ചിട്ട് ഇവിടെ നാട്ടിൽ ഇറക്കാത്ത എന്തിനാണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. എന്തിനാണെങ്കിലും ഇങ്ങനൊരു സാധനം കേട്ടായിരുന്നു. വരണടേ, റിയൽമിയുടെ ആ ഫോണായിരിക്കും ആദ്യമായിട്ട് സ്നാപ്ഡ്രാഗൺ 8 Elite വെച്ചിട്ട് വരാൻ പോകണമെന്നാണ് കേട്ടത്. എന്തിനാണ് നോക്കാം. അതേപോലെ മഹീന്ദ്ര പുതിയ 26-ാം തീയതി തന്നെ, എന്തുകൊണ്ട് 26-ാം തീയതി ഒന്നും വലിയ ശുഭമുഹൂർത്തം വല്ലതാണ്. ഇന്ത്യയിൽ മഹീന്ദ്ര മറ്റേ കമ്പനിയില്ലേ, കാർ കമ്പനി, അവന്മാർ 2 EV ഇറക്കാൻ പോവുകയാണ്. എന്തിനാ ചില പേരൊക്കെ ഇട്ടിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇതാണ്. ഈ സാധനം 26-ാം തീയതി ലോഞ്ചാണ്. അപ്പോൾ EV ആൾക്കാർക്ക് ഇതിലോട്ട് ഓടിപ്പടച്ച് പോവാം. അതേപോലെ ഹോണ്ട ഒരു EV സ്കൂട്ടറുമായിട്ട് വരുന്നുണ്ട്. അത് 26-ാം തീയതി ആയിരിക്കും. അല്ല, അത് നവംബർ 27-ാം തീയതിയാണ് ഭാഗ്യം. അവർക്ക് എനിക്കൊണ്ട് 26-ാം തീയതി സ്ലോട്ട് കിട്ടി കാണില്ല. അപ്പോൾ എന്തായാലും ശുഭമുഹൂർത്തം അല്ലെങ്കിലും സ്കൂട്ടറും വരുന്നുണ്ട് EV ഹോണ്ടയുടെ. അതേപോലെ അങ്ങ് ചൈനയല്ലടേ, എനിക്കൊന്ന് ഇന്ത്യ ഇല്ലാത്ത ഗ്ലോബലായിരിക്കും. ROGയുടെ 9 സീരീസ്, ROG ഗെയിമിംഗ് ഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ 9 സ്നാപ്ഡ്രാഗൺ 8 Elite തേങ്ങ മാങ്ങ 144 Hz റിഫ്രഷ് റേറ്റ് മാങ്ങാ തൊലിയൊക്കെ വെച്ചിട്ട് അതും വരുന്നുണ്ട് 19-ാം തീയതി, നവംബർ 19-ാം തീയതി. ഓക്കെ, ഇതൊക്കെ വെറുതെ ഞാൻ ലോഞ്ചും കാര്യങ്ങൾ പറഞ്ഞു പോകാറുള്ളൂ. പക്ഷേ ഇപ്പം മെഗാ സ്പെക്കുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ സഭ്യമായിട്ട് ഇങ്ങനെ ഇത് വരുന്നു അത് വരുന്നു എന്ന് പറയണത്. അതേപോലെ ഷൗമിയുടെ HyperOS എന്ന് പറഞ്ഞ സാധനം ഉടനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും Android 15 വരുന്നതായിരിക്കും. ആദ്യം തന്നെ അവരെ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലായിരിക്കും വരുന്നത്. പിന്നെ പതുക്കെ ഡിസംബർ ജാനുവരി അങ്ങനെ പോകും. ഇതാണ് അതിൻ്റെ ഒരു മറ്റെന്തൊരു റോഡ് മാപ്പ് എങ്ങനെയാണ് വരാൻ പോകണമെന്ന്. അപ്പോൾ ഇതിൽ നിങ്ങളെ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടുമോടെ, ആരും പേടിക്കണ്ട. അപ്പോൾ എന്തായാലും HyperOS 2.0 കമ്മിങ്. അതേപോലെ Xiaomi 15-ന്റെ എന്തോ എക്സ്റേ സ്കാൻ എടുക്കാൻ പോയ സമയത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റേ വിഷൻ ഫോട്ടോ റെൻഡർ വന്നിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊരു റെൻഡറാണോ എന്തോ, എന്തിനാണെങ്കിലും പഴയ പോലത്തെ തന്നെ ചപ്പളാങ്കി മറ്റേ ഇഡലി പാത്രം പോലെ ഇരിക്കണ ഒരു ക്യാമറ അറയും അതൊക്കെ തന്നെ. പുതിയ സ്നാപ്ഡ്രാഗൺ 8 Elite ഓവർ കൊളാക്കിട്ട് വലിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും, ഫോട്ടോ എടുത്താൽ പ്ലച്ചൻ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ സാധനം തന്നെ ആയിരിക്കും. പിന്നെ അങ്ങ് ചൈനയിൽ റെഡ് മാജിക്കിൻ്റെ 10 സീരീസ് ഇറങ്ങിയിരിക്കണം. റെഡ് മാജിക് 10 Pro പ്ലസും പ്രോയും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. സ്നാപ്ഡ്രാഗൺ 8 Elite 3 മില്യൻ്റെയൊക്കെ കവിഞ്ഞിട്ടുള്ള AnTuTu സ്കോർ 144 Hz അത് ഇത് തേങ്ങ. മറ്റേ ഫ്രണ്ടിൽ മറ്റേ ഡിസ്പ്ലേ അണ്ടർ ദ മറ്റേ ക്യാമറ പറ്റുന്നതല്ലേ, മൊട്ട സാധനം ഉണ്ടല്ലോ മറ്റേ ക്യാമറ, അതൊക്കെ മറ്റേ ഡിസ്പ്ലേയുടെ അടിയിലോട്ടൊക്കെ കയറ്റി വെച്ചിട്ട് ഒരു പൊളപ്പ സാധനം. ഇതും ഇന്ത്യ ഇല്ലാത്ത ഗ്ലോബൽ അല്ലെങ്കിലും ഗ്ലോബൽ അവരെ വെബ്സൈറ്റിൽ കയറ്റി നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്ത് മേടിക്കാവുന്നതാണ്. പ്യുവർലി ഗെയിമിംഗ് ഫോണാണ്. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല, ബിക്കോസ് അല്ലാത്ത പക്ഷമൊക്കെ ആ ഫോൺ വെറും തല്ലിപ്പൊളിയാണ്. ഗെയിം കളിക്കാൻ പൊളിയാണ്, അതിലൊന്നും പറയാനില്ല. അതേപോലെ Wi-Fi 8 വരണടേ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം Wi-Fi 7-ലാണ് എല്ലാവരും നടക്കുന്നത്. Wi-Fi 8 വരുന്നു. അത് സെപ്റ്റംബർ 2028 കേട്ടോ. ഇപ്പോഴും നാളെ മറ്റന്നാളൊന്നുമല്ല. അവർ പക്ഷേ സ്പീഡ് എന്നുള്ള രീതിയിൽ കുറച്ചിട്ട് സ്റ്റെബിലിറ്റിക്കാണ് അവർ ഈ പ്രാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. വൈഫൈ സ്റ്റെബിലിറ്റിക്കാണ് അവർക്ക് താല്പര്യം. സ്പീഡൊക്കെ മതി, 7 വെച്ച് മതി, അല്ലെങ്കിൽ ചേഞ്ച് ഒന്നുമില്ല. പക്ഷേ സ്റ്റെബിലിറ്റി വിൽ ബി ദ മേജർ ഇതൊരു പ്രയോറിറ്റി. പിന്നെ ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മറ്റേ ട്വിറ്ററിൽ വായിച്ചാണ്, എന്തോ സാംസങ് ഫ്രീ ആയിട്ട് ഒരു ഗ്രീൻ ലൈൻ വരണവർക്ക് മറ്റേ ഡിസ്പ്ലേ മാറ്റി കൊടുക്കണമെന്ന്. ഒരു കാര്യമില്ല. ഏതൊക്കെയാണെന്നറിയോ? S21 സീരീസ്, S21 FE, S22 Ultra, ഈ 3 ഫോണിൽ ഗ്രീൻ ലൈൻ വീഴുകയാണെങ്കിൽ വിത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വീഴുകയാണെങ്കിൽ അവന്മാർ മാറ്റി തരുമെന്ന് ഒറ്റ പ്രാവശ്യം. ഇതും കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് പോയവരുടെ അടുത്തൊക്കെ പറഞ്ഞത് അത് നെറ്റിൽ വന്ന പ്രാങ്കാണെന്ന്. വെച്ച് ഇടിച്ചു കൊടുക്കാൻ തോന്നൂല സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ. ഡിസംബർ 31-ാം തീയതി വരെ ഇതുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആൾക്കാർ ട്വിറ്ററിൽ പറയണത് ഇത് വെറും തട്ടിപ്പാണെന്നാണ്. ഇതിനാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മഹത്വം പറയണമല്ല, കമ്പനീസിൻ്റെയൊക്കെ എന്തിനാണ് ചെയ്യണമെന്ന് നമ്മൾ അറിയണമല്ല, അത്രേ ഉള്ളൂ.
പിന്നെ iOS ജെമിനി ഗണേശൻ ഗൂഗിൾ ജെമിനി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റേ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ജെമിനി തന്നെ യൂസ് ചെയ്യാം. പൈസ കൊടുക്കണം അഡ്വാൻസ് മറ്റേ സാധനത്തിനൊക്കെ. അപ്പോൾ വന്ന് അത്രേ ഉള്ളൂ, അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മാക്ബുക്കിൽ ഫൈനൽ കട്ട് പ്രോ വെച്ച് യൂസ് ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത, അവൻ്റെ പുതിയ പതിപ്പ് വന്നിരിക്കുകയാണ്. AI ലെവല് എന്നൊരു മാഗ്നറ്റിക് മാസ്ക്, AI മറ്റേ എന്തൊരു ക്യാപ്ഷൻ ജനറേറ്റർ, പിന്നെ സ്പേഷ്യൽ വീഡിയോ എഡിറ്റിംഗ്, AI മാസ്കിംഗ് ടൂള് എന്ന് പറയേണ്ട എന്തൊക്കെയൊക്കെയോ വൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ സാധനം യൂസ് ചെയ്യാറില്ല, ഫൈനൽ കട്ട് പ്രോ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒറ്റ പ്രാവശ്യം പൈസ അടച്ചാൽ ഇത്ര 30,000 രൂപ 25,000 രൂപ അങ്ങനെ എന്തിനാണ് ആ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവകാലം മൊത്തം ആ സോഫ്റ്റ്വെയർ നിങ്ങളെ കൈ കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത. അതേപോലെ ഈ പറഞ്ഞ നവംബർ 19 വിവോ വരെ മറ്റേ സാധനം X200 സീരീസ് ഇറങ്ങാൻ പോവാണ്. ഇന്ത്യയുള്ള ഗ്ലോബലിൽ നിന്നാണ് കേട്ടത്. എന്തായാലും ഗ്ലോബലി ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഇന്ത്യയിലും കാണുമായിരിക്കും. ഈ സാധനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും Dimensity 9400 ആണ് ചിപ്സെറ്റ് ഇരിക്കുന്നത്. 200 മെഗാ പിക്സലിൻ്റെ 3.7x മറ്റേ എൻ്റെ പൊന്നോ. ആ ഫോണിൻ്റെ ക്യാമറ ഞാൻ യൂസ് ചെയ്തതാണ്. വേറെ ലെവല് ഫോണാണ് ഫോട്ടോ എടുക്കാൻ. ബാക്കിയുള്ള ഫോൺ കമ്പനിയൊക്കെ ഫോട്ടോ എടുക്കണവന്മാരൊക്കെ ജട്ടി ഇട്ടോട്ട് ഓടും. വേറെ ലെവൽ പ്രോസസ്സിങ്, ഒന്നും പറയാനില്ല. കിടുക്കാച്ചി സാധനം. എന്തിനാണെങ്കിലും നവംബർ 19 ഇന്ത്യയിൽ ഇറങ്ങുമെന്ന് അറിഞ്ഞൂടെ. എന്തിനായാലും ഗ്ലോബലിൽ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം, നോക്കാം. അതേപോലെ അങ്ങ് ചൈനയിൽ മാത്രമായിട്ട് ഹുവാവിയുടെ മാറ്റ് 70 സീരീസ് ഇറങ്ങാൻ പോവുകയാണ്. ഒന്നുമില്ല, കിറൺ 910 ചിപ്സെറ്റും എൻ്റെ പൊന്നെണ്ണ ആ ചെണ്ണായി കൊടുത്തതിനനുസരിച്ച് ഇപ്പോഴും എത്രയോ വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിപ്സെറ്റാണ് ഇപ്പോഴും അവന്മാർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ വെച്ച് ഒരു കൂറ ഫോണർ വരണടേ. ഇത് ചൈനക്കാരന്മാർക്ക് ഇതിൽ സന്തോഷമുള്ളൂ, അല്ല നമ്മളെ നാട്ടിലൊന്നും ഇത് ഒരു ഇതുമില്ല. പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും. അതേപോലെ സ്റ്റീം ഡെക്ക് എന്ന് പറഞ്ഞ സാധനമല്ലേ, ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് കളിക്കുന്ന സാധനം. അതിൻ്റെ കറുത്ത കളറാണ് ഇത്ര നാളും ഉണ്ടായിരുന്നത്. അതിൻ്റെ വെളുത്ത കളർ വന്നിട്ടുണ്ട്. OLED വെർഷനിലാണ് കേട്ടോ, മറ്റേ LCDയിലല്ലേ, OLED വെർഷനുണ്ട് സ്റ്റീം ഡെക്കിൻ്റെ. അതിൽ വെള്ള കളർ വന്നു, അത്രേ ഉള്ളൂ. അതേപോലെ LG സ്ട്രെച്ച് ചെയ്യണ സ്ക്രീൻ കൊണ്ടുവന്നു. അതായത് 12 ഇഞ്ചിൻ്റെ സ്ക്രീൻ ഡിസ്പ്ലേനെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് 18 ആകാം. വേറെ ലെവൽ ടെക്കടേത്. മിക്കവാറും അവർ പറയണ ഈ സാധനം വേറെ കുറേ സാധനം നമ്മൾ ക്ലോത്തിൽ യൂസ് ചെയ്യാം, അതേപോലെ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഉറപ്പാണ് ഇത് ഐഫോൺ പൊക്കും. ബിക്കോസ് ഈ സാധനം സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ട് മറ്റേ സാധനം വരില്ല, ഗ്രീസ് ഇല്ലേ, ക്രീസ് അത് വരില്ല. സ്ട്രെച്ച് ചെയ്തിരിക്കുക. അത് നമ്മൾ തുറക്കുന്ന സമയത്ത് സ്ക്രീൻ സ്ട്രെച്ച് ആവും. ആപ്പിള് അവരൊരു ഫോൾഡബിൾ പാഡ് പറഞ്ഞിട്ടുണ്ട്. അതും അല്ലെങ്കിൽ ഇത് ഫോൾഡബിൾ ഐഫോണും അവന്മാർ ഈ സാധനം യൂസ് ചെയ്യും. LGയുടെ സ്ട്രെച്ച് ചെയ്യണ ഡിസ്പ്ലേ വേറെ ലെവലിൽ. പിന്നെ ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുതിയ മാക്ബുക്ക് ഇറങ്ങിയിരിക്കുകയാണ്. M4 വെച്ചിട്ട് M4 Pro M4 Max ഒക്കെ വെച്ചിട്ട് 16 GB ബേസ് റാമൊക്കെ കൊടുക്കുന്ന ഒരു സാധനം. ഒബ്വിയസ്ലി മാക്കിൻ്റെ സാധനം ആയതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങും പ്രൊഡക്ടിവിറ്റി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് തിങ് ഫോർ യു. ആൻഡ് ഇതിൻ്റെ മറ്റേ മാക് മിനി ഇറങ്ങി 59,000 രൂപ. പക്ഷേ അതിൽ മറ്റേ പെട്ടി മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേ ഒക്കെ നമ്മൾ കൈ കൊടുത്ത് മേടിച്ച് വെക്കണം. അതും 16 GB ബേസ് സ്റ്റോറേജ് മറിച്ച്. പക്ഷേ ആ പൈസയ്ക്ക് അതൊരു കിടിലം സാധനമാണ്. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വിത്തൗട്ട് ഗെയിമിംഗ് എന്നുള്ളൊരു കാഴ്ചപ്പാട്. പക്ഷേ ഗെയിമിംഗ് തന്നെ സൈബർ പങ്കൊക്കെ വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് കേൾക്കണുണ്ട്, കണ്ടറിയാം. പക്ഷേ മാക്ബുക്ക് ഇസ് നോട്ട് മെയ്ഡ് ഫോർ ഗെയിമിംഗ് ഓൾസോ, ബിക്കോസ് അത്രയും ചെറിയ ഫോം ഫാക്ടറിൽ ഗെയിമിംഗ് ഭയങ്കര പാടാണ്. അപ്പോൾ എന്തിനാണെങ്കിലും അതിൽ ഈ M4 മറ്റേ ഇതുണ്ടല്ലോ മാക്ബുക്ക് പ്രോ, ഇത്രയും നാൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫിലിമുണ്ട്. അതായത് ഡിസ്പ്ലേയിൽ റെഡ് KSF ഫോസ്ഫർ ഫിലിം എന്ന് പറഞ്ഞ സാധനമാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അവരത് മാറ്റി. ഇപ്പോൾ അവർ ക്വാണ്ടം ഡോട്ട് ഫിലിം ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ സത്യം പറഞ്ഞാൽ മറ്റവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞാൽ കാഡ്മിയം എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അതിലില്ല, ഈ KSF ഫോസ്ഫർ ഫിലിമിലില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയതിൽ ഈ ക്വാണ്ടം ഡോട്ടിൽ ഫിലിംസിൽ അതില്ല. അതുകൊണ്ടാണ് ആപ്പിൾ അതിലോട്ട് മാറിയത്. ആൻഡ് ആപ്പിൾ സ്റ്റിൽ യൂസിങ് LCD കേട്ടോ. LCD വിത്ത് മൈക്രോ LED മിനി LED പരിപാടിയാണ് അവർ പിടിച്ചേക്കുന്നത്. LCD തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, അല്ലാതെ OLED പാനൽസ് ഒന്നും അല്ല മാക്ബുക്ക് പ്രോയിൽ യൂസ് ചെയ്യുന്നത്. OLED ആകെ വരുന്നത് ഈ പറഞ്ഞ iPadലാണ്. എന്താണ് സംഭവം? ഇപ്പോൾ ഒരുപാട് പേര് വന്നൊരു LCD അല്ലടേ മിനി LED ആണടേ എന്ന് പറയും. മിനി LED എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സോഴ്സ് അഡീഷണലി കൊടുക്കണതാണ്. അതിൽ ഒരുപാട് LEDs വെച്ചിട്ട് ലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡിസ്പ്ലേ ആക്കുന്നത്, ബ്രൈറ്റ് ആക്കുന്നത്. അതിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ്. ഞാൻ ഒരിക്കലും മോശമായിട്ടുമല്ല പറയുന്നത്. LCD ടെക്നോളജിയാണ് ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നത്. OLED എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക്
ഇലക്ട്രിസിറ്റി കയറുന്ന സമയത്ത് ഈ പറയുന്ന ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് കത്തും. എത്ര ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു അത്രയും കയറും. അതാണ് ബ്ലാക്സ് ഒക്കെ നല്ലത്. അതായത് നമ്മൾ ഈ കയറുന്ന അനുസരിച്ചിട്ട് ആണ് ഈ സാധനം ലൈറ്റ് അപ്പ് ചെയ്യണത്. അതാണ് OLED ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ആ സാധനം അല്ല ഇപ്പോഴും ആപ്പിൾ LCD ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആരും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ LCD എന്ന് പറയുമ്പോൾ എടേ മിനി LED ആണടേ നീ എന്തിരടേ എന്ന് ചോദിക്കരുത്. ഇതൊരു സത്യാവസ്ഥയാണ്. അതും ഇതും വേറെ ഇതാണ്. LCD തന്നെയാണ് ദ വേ. നിങ്ങൾ ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഈ പറയുന്ന LCD തന്നെ പല രീതിയിലും നമുക്ക് ലൈറ്റ് സോഴ്സ് കൊടുക്കാൻ പറ്റും. ചിലവരൊക്കെ ഫുൾ ഫ്രെയിമിൽ കൊടുക്കും, ചിലവർ ഈ പറയുന്ന LED മിനി LED എന്ന് പറയുമ്പോൾ ഒരുപാട് LEDs വെച്ചിട്ട് ലൈറ്റ് സോഴ്സ് കൊടുക്കുന്നതാണ്. ഇതാണ് സംഭവം. ഇതാണ് മലയാളം. ഇത് നമുക്കും അറിയാം. ഞാൻ പറയുന്ന സമയത്ത് താഴെ വന്ന് ഈ കമൻറ്റ് അടിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ഇതിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തന്നെ പറഞ്ഞത്. ഇതാണ് സംഭവം. പിന്നെ ഒരു കാര്യം, നമ്മുടെ നത്തിങ്ങിൻ്റെ ഗ്ലോ ഇൻ ദ ഡാർക്ക് എന്ന് പറയുന്ന സാധനം ഇറങ്ങി 1000 പീസ് ഈ ലോകത്തുള്ളൂ. കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് 15 മിനിറ്റ് കൊണ്ട് സോൾഡ് ഔട്ടായി. 1000 പീസേ വന്നിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം എന്തായിരിക്കണം. ഇതാണ് സാധനം. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ചെയ്യാതിരുന്നതാണ്, പക്ഷേ സമയമില്ലടേ. ഇതാണ് ഇതിൻ്റെ ബണ്ടിൽ കേട്ടോ. മേടിക്കുമ്പം അയ്യോ ഇതിന് പകരം മറ്റേ വാച്ചിന് പകരം മറ്റേ സാധനം തന്നാൽ മതിയായിരുന്നു, പുതിയ വാച്ച്. ഇതിൻ്റെ ചാർജർ തരുന്നുണ്ട്, നല്ല കാര്യം. 65 വാട്ടിൻ്റെ ഗ്യാൻ ചാർജർ വരുന്നുണ്ട്. ബിക്കോസ് ഇതിൻ്റെ അകത്ത് ചാർജർ തരൂല്ലല്ലോ അവന്മാർ. പിന്നെ ഈ പറഞ്ഞ നെക്ക് ബാൻഡ്, ഈ 3 സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടണത് ഗ്ലോ ഇൻ ദ ഡാർക്കിൽ. 1000 എണ്ണം ലോകത്തിലുള്ള ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. എന്തൊരു ചെയ്യല്ലേ. അപ്പോൾ എന്തിനാണെങ്കിൽ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് അടേ. അപ്പോൾ ഞാൻ ഇനി പിന്നെ എപ്പോഴെങ്കിലും വരാടേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേടണം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. എല്ലാവരും നല്ല ജില്ലായിട്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും എല്ലാം ചൊറിയും ചൊളാന്നൊന്നും ചെയ്യാതെ പീസ്ഫുള്ളായിട്ട് നിങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ബാക്കിയുള്ള പട്ടികൾ എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെന്ന് ചിന്തിക്കുക. അല്ലാതെ അവരെ ജീവിതത്തിലും തലയും വിട്ടിട്ട് കൊണയും അടിച്ചിരിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടാൻ നോക്കുക കേട്ടോ. എനിക്കതാണ് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ. ബൈ ദ വേ ഒരു കാര്യം കൂടെ ഉണ്ട്. മറ്റേ ടെക് ബേണറില്ലേടെ മറ്റേ യൂട്യൂബർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണ ടെക് ചാനലാണ്. അങ്ങേര് 7000 രൂപയ്ക്ക് ഒരു സ്മാർട്ട് വാച്ച് ഇറക്കി. അത് കാണാൻ സത്യം പറഞ്ഞാൽ ബോൾട്ടിൻ്റെ മറ്റേ അവർ വലിയ കാര്യത്തിൽ എന്തോന്നും UK പോയിട്ട് ഡിസൈൻ ചെയ്തതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതേ സെയിം ഡിസൈൻ നമ്മുടെ ബോൾട്ടിൻ്റെ കയ്യിലുണ്ട്. എന്തിനാണെങ്കിൽ 7000 രൂപയ്ക്ക് അതോ അല്ലെങ്കിൽ 5000 രൂപയുടെ CMF ബൈ നത്തിങ്ങിൻ്റെ വാച്ച് 2 Pro ആണോ നല്ലതെന്ന് നമുക്ക് എന്തായാലും സാധനം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. അയാൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ മറിച്ചതെന്നൊക്കെയാണ് പറഞ്ഞത്. SPO2 ശരിക്കുമുള്ള സെൻസർ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തിനാണെങ്കിലും സാധനം യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ, ചീയേഴ്സ് ടു ഈച്ച് ആൻഡ് എവരി വൺ, ബൈ.